നഗരസഭയിലെ ജീവനക്കാർ അത് പിടിച്ചു തുറന്നു, പിടിച്ചതല്ല, അത് എടുത്തു തുറന്നു നോക്കി. അപ്പൊ അതിൽ കൃത്യമായ തെളിവുണ്ട് ഇത് ആരുടേതാണ് എന്ന്. അപ്പൊ അവര് ഈ നമ്പർ കിട്ടിയതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊറിയർ സർവീസിൽ നിന്നാണ് ഒരു കൊറിയർ തരാനുണ്ട്, എവിടെ വീടെന്ന് വെച്ചു. ലൊക്കേഷൻ അയച്ചു കൊടുത്തു. നേരെ നഗരസഭാ ജീവനക്കാർ പോയി വീട്ടിൽ പോയി ഈ മാലിന്യ കവർ തിരിച്ചു കൊടുത്തു. 5000 രൂപ പിഴയിട്ടു. 5000 രൂപ പിഴയിട്ടു. അപ്പൊ അയാൾ പറഞ്ഞു തെറ്റുപറ്റി, പേര് പുറത്തു പറഞ്ഞ് അവമാനിക്കരുത്. എക്സൈസ് തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് ഈ കാര്യങ്ങൾ പറയുന്നത് കൊല്ലത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങിനകത്താണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ചടങ്ങായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. മാലിന്യ നിർമ്മാർജ്ജനവും മലയാളിയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രമല്ല മലയാളിയുടെ ശീലത്തെക്കുറിച്ചും ആ ശീലങ്ങൾ മാറ്റാൻ ഒരുപാട് സമയമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല രസകരമായ ഒരു കഥയെന്ന് പറയാൻ പറ്റത്തില്ല, നടന്ന ഒരു സംഭവം കൂടി വിശദീകരിച്ചാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുന്നത്. MP രാജേഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ ശീലം ഇപ്പോഴും മാറിയിട്ടില്ല. അത് സ്വിച്ചിട്ടതുപോലെ ഒറ്റയടിക്ക് നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമായിരുന്നു, ഇവിടെ കുടിക്കാൻ വെള്ളം കൊടുത്തു. അവിടെയൊക്കെ കുപ്പി ഞാനിങ്ങനെ കാണുന്നുണ്ട്, ആളുകൾ പോകുന്ന വഴിക്ക് പതുക്കെ കുപ്പി അവിടത്തേക്ക് ഇപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ കിടക്കുന്ന കാണില്ലേ, കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. കുറെ പേര് താഴെ വെച്ചിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു സൗകര്യം പതുക്കെ പോകുമ്പോൾ അതവിടെ ഇരുന്നോട്ടെ നമുക്ക് പോവാം എന്നുള്ളതായിരിക്കും. ഈ ശീലം ഇപ്പോഴും വലിയ തോതിൽ മാറിയിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചൊരു വാർത്ത എന്താന്ന് വെച്ചാൽ എല്ലാവരിലും ഉണ്ട് ഈ ശീലം. അതിൽ ഈ ക്ലാസ് വ്യത്യാസമൊന്നുമില്ല. കുന്നംകുളത്ത് ഒരു ബാംഗ്ലൂരിലെ ഒരു IT പ്രൊഫഷണൽ ആയിട്ടൊരു ചെറുപ്പക്കാരൻ വണ്ടിയിൽ പോയിട്ട് പതുക്കെ മാലിന്യമടങ്ങിയ ബാഗ് ഭദ്രമായി കെട്ടി പതുക്കെ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചു പോയി. നഗരസഭയിലെ ജീവനക്കാർ അത് പിടിച്ചതല്ല, അത് എടുത്തു തുറന്നു നോക്കി. അപ്പൊ അതിൽ കൃത്യമായ തെളിവുണ്ട് ഇത് ആരുടേതാണ് എന്ന്. അപ്പൊ അവര് ഈ നമ്പർ കിട്ടിയതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു കൊറിയർ സർവീസിൽ നിന്നാണ് ഒരു കൊറിയർ തരാനുണ്ട്, എവിടെ വീടെന്ന് വെച്ചു. ലൊക്കേഷൻ അയച്ചു കൊടുത്തു. നേരെ നഗരസഭാ ജീവനക്കാർ പോയി വീട്ടിൽ പോയി ഈ മാലിന്യ കവർ തിരിച്ചു കൊടുത്തു. 5000 രൂപ പിഴയിട്ടു. 5000 രൂപ പിഴയിട്ടു. അപ്പൊ അയാൾ പറഞ്ഞു തെറ്റുപറ്റി, പേര് പുറത്തു പറഞ്ഞ് അവമാനിക്കരുത്. അപ്പൊ അവർ പേര് പുറത്തു വിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ വായിച്ച വാർത്തയാണ്. ഇത് വിദ്യാഭ്യാസമുള്ള കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന പരിഷ്കൃതനായ ഒരു ചെറുപ്പക്കാരന്റെ പെരുമാറ്റമാണ്. ഞാൻ സമയമില്ലാത്തോണ്ട് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറെ അനുഭവങ്ങളുണ്ട്. ആ ശീലം നമുക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ വലിയ തോതിലുള്ള ബോധവൽക്കരണം ഇനി നടത്തണം. ഇപ്പോഴും ഇത് വന്നിട്ടില്ല. അപ്പൊ അത് പഞ്ചായത്തിന്റെ അത് കുറച്ചു കാലം തുടരേണ്ടി വരും. കാരണം ഒറ്റയടിക്ക് നിൽക്കുന്നതല്ല, പെട്ടെന്ന് മാറാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുതിർന്നു പോയ ആൾക്കാർക്ക് അത് കൂടുതൽ പ്രയാസമായിരിക്കും. നമ്മൾ എത്ര കാലമായിട്ട് ശീലിച്ച കാര്യമാണ്. മാർച്ച് 30 ഇപ്പൊ നമ്മൾ ലക്ഷ്യം കൈവരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സമയം, ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ. പക്ഷെ മാർച്ച് 30 എല്ലാം ഭംഗിയായി എന്ന് കരുതരുത്, അത് തുടരേണ്ടി വരും. അപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഊന്നൽ ഇനിയും തുടരേണ്ടി വരും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ നമ്മളെല്ലാവരും ഏറെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാലിന്യമുക്തമായ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക എന്നതാണ്. കേരളം ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് മാതൃകയാണ്. രാജ്യത്തിന് മാതൃകയും അതുപോലെ വികസിത ലോകത്തിനൊപ്പം നിൽക്കാവുന്നതുമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ വിവിധ വികസന സൂചികകളുടെ കാര്യത്തിൽ കേരളം കൈവരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള പുരോഗതിക്കും നേട്ടങ്ങൾക്കും ഒപ്പം നിൽക്കാൻ കഴിയാത്ത ഒരു മേഖല, നമ്മൾ പിന്നിലായി പോയിട്ടുള്ള കാര്യം പൊതുശുചിത്വത്തിൻ്റെതാണ്. വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പില്ല, പക്ഷെ പൊതുശുചിത്വത്തിന്റെ കാര്യത്തിൽ പിന്നിലാണ്. അതുകൊണ്ടാണ് 2ാം പിണറായി സർക്കാർ തീരുമാനിച്ചത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു ബൃഹത്തായ ജനകീയ ക്യാമ്പയിനും പദ്ധതിയും ഏറ്റെടുക്കണം എന്നത്.
അതും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. വലിയ മാറ്റം നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. പൂർണ്ണമായിട്ട് ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞിട്ടില്ല. ലക്ഷ്യം കൈവരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഒരേ സമയം മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള കേരളത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ച സംവിധാനങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മൾ പൊതുവിൽ അംഗീകരിച്ച കാഴ്ചപ്പാട്. ജൈവമാലിന്യങ്ങളുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം. എന്നാൽ ചില നഗരങ്ങളുടെ കാര്യം വരുമ്പോൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം മാത്രം സാധ്യമാവില്ല. ഇപ്പൊ കൊച്ചി നഗരത്തിൽ പൂർണ്ണമായിട്ട് അത് മാത്രം നമുക്ക് മതിയാവില്ല. അതുകൊണ്ടാണ് ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തു. BPCL-ലുമായി ചേർന്ന് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് 100 കോടിയുടെ പ്ലാന്റ് ഇപ്പതാ ഈ മാർച്ച് അവസാനം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. 150 ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന പദ്ധതി യാഥാർത്ഥ്യമായി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സമാനമായിട്ടുള്ള പ്ലാന്റുകൾ വരുന്നു. ഇപ്പൊ വലിയ നഗരങ്ങൾക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള പ്ലാന്റുകൾ വേണ്ടിവരും. എന്നാൽ അതേസമയം പൊതുവിൽ നമ്മൾ ഊന്നുന്നത് ഉറവിടത്തിൽ തന്നെ ജൈവമാലിന്യം സംസ്കരിക്കുക എന്നതിലാണ്. അതോടൊപ്പം അജൈവ പാഴ്വസ്തുക്കളുടെ അത് സംസ്കരിക്കുന്നതിന് പുനഃചംക്രമണം, പുനരുപയോഗം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനവും നമ്മൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ പദ്ധതി വെച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിനാണ്. അപ്പൊ ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ശ്രമം, അതിൽ വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയി. പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് അവകാശപ്പെടാറായിട്ടില്ല. പക്ഷെ വലിയ തോതിൽ മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. അത് ആളുകളുടെ മനോഭാവത്തിൽ അത്രത്തോളം മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. അവിടെയാണ് ഈ ബോധവൽക്കരണത്തിന്റെ, ജനകീയമായിട്ടുള്ള അവബോധം ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം കിടക്കുന്നത്. അത് പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോ അതിനെയും തുടരേണ്ടതുണ്ട്. അപ്പൊ മാത്രമേ നമ്മൾ കൈവരിച്ച നേട്ടത്തെ തന്നെ നിലനിർത്താൻ കഴിയൂ. അപ്പൊ ഇന്ന് നാം ജനകീയാസൂത്രണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുമ്പിൽ വരുന്നത് എന്നാണ് പറയാനുള്ളത്. ഒന്ന്, മാലിന്യ സംസ്കരണം, മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം, അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന ലക്ഷ്യം, അതോടൊപ്പം പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ചാലകശക്തിയായി തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്ന ചാലകശക്തികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റുക. നഗരവൽക്കരണത്തിന്റെ വെല്ലുവിളികളെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ, ആ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനും സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മുടെ നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക. ഈ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്.